തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ 4ാം നാൾ മൗനം വെടിഞ്ഞ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനവിധിയെ ആദരവോടെ സ്വീകരിക്കുന്നുവെന്നും തീർത്തും അപ്രതീക്ഷിതമായ തെരഞ്ഞെടുപ്പ് ഫലമാണ് വന്നത് എന്നും പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ഫലം വന്നതിനു ശേഷം പൊതുസമൂഹത്തിൽ നിന്നും സഖാക്കളിൽ നിന്നും ഉയരുന്ന ആശങ്കകളും അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഗൗരവബുദ്ധ്യാ പരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് ഫലം സൂക്ഷ്മമായി വിലയിരുത്താനും താഴെത്തട്ടിലുള്ള അഭിപ്രായം കേൾക്കാനും ഇന്ന് ചേർന്ന ഇടതുമുന്നണി യോഗം തീരുമാനിച്ചു. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം അടക്കം തെരഞ്ഞെടുപ്പിൽ കാരണമായതായും യോഗം വിലയിരുത്തി. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 4 ദിവസം പിന്നിട്ടിട്ടും പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കാൻ ഇതുവരെയും CPIM-നായിട്ടില്ല. കനത്ത തോൽവിക്ക് പിന്നാലെ കണ്ണൂർ CPIM നേതൃത്വത്തിനെതിരായ പ്രതിഷേധം തുടരുകയാണ്. P. ജയരാജൻ നേതൃത്വത്തിലേക്ക് വരണമെന്നാവശ്യപ്പെട്ട് കണ്ണൂരിൽ വിവിധയിടങ്ങളിൽ വീണ്ടും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. ജനങ്ങളുമായി കൂടുതൽ അടുത്ത് സംഘടനാപരമായ പോരായ്മകൾ പരിഹരിച്ച് തിരിച്ചു വരാൻ കേരളത്തിൽ CPIM-ന് സാധിക്കുമോ? കാണാം RDX റാപ്പ്. തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം രുചിച്ച് 4ാം ദിവസമാണ് പിണറായി വിജയൻ പ്രതികരണവുമായി രംഗത്തെത്തിയത്. തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ UDF-ന് അഭിനന്ദനങ്ങൾ അറിയിച്ചതിനൊപ്പം ജനവിധിയെ ആദരവോടെ സ്വീകരിക്കുന്നതായി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ എഴുതി. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം തീർത്തും അപ്രതീക്ഷിതമായ തെരഞ്ഞെടുപ്പ് ഫലമാണ് വന്നത്. 3ാം വട്ടം തുടർച്ചയായി പ്രതീക്ഷിച്ച വിജയം കൈവിട്ടു. വലിയൊരു ജനവിഭാഗം LDF-നൊപ്പം ഉറച്ചു നിന്നുവെന്നത് ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണെന്നും പിണറായി വിജയൻ പറയുന്നു. ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷമായി പ്രവർത്തിക്കുകയാണ് LDF-ന്റെ ലക്ഷ്യമെന്നും പിണറായി അറിയിച്ചു. തോൽവി എങ്ങനെ ഉണ്ടായി എന്ന് അതിസൂക്ഷ്മമായി വിലയിരുത്തുമെന്ന് LDF യോഗത്തിനു ശേഷം കൺവീനർ TP രാമകൃഷ്ണൻ അറിയിച്ചു. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ട് LDF-ഉം പാർട്ടികളും തിരുത്തേണ്ടത് തിരുത്തും. ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി കരുത്താർജിച്ച് മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. അതിനിടെ കണ്ണൂരിൽ വിവിധയിടങ്ങളിൽ വീണ്ടും P. ജയരാജനായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. കണ്ണൂർ CPIM-നെ P. ജയരാജൻ നയിക്കണം എന്നാണ് പോസ്റ്ററുകളിലെ ആവശ്യം. എന്നാൽ പാർട്ടി സെക്രട്ടറിയെയോ നേതൃത്വത്തെയോ മാറ്റാനുള്ള ആലോചന ഇപ്പോൾ പാർട്ടിക്ക് മുന്നിൽ ഇല്ല എന്നാണ് TP രാമകൃഷ്ണന്റെ പ്രതികരണം. RDX റാപ്പ് ന്യൂസ് മലയാളം. തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് ഘടകങ്ങളിൽ അംഗങ്ങൾക്ക് തുറന്നടിച്ച് അഭിപ്രായം പറയാമെന്ന് CPIM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. തിരുത്തൽ നടപടികൾ ഫലം കണ്ടില്ല എന്നും ഭരണപരമായ വീഴ്ചകളും പരിശോധിക്കുമെന്നും ബേബി പറഞ്ഞു. കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ കരുത്തുണ്ടാകുമായിരുന്നു എന്ന വാദം ശരിയാണെന്നും VS നായനാർ എന്നിവർ ഉണ്ടായിരുന്നുവെങ്കിലും അങ്ങനെ തന്നെ ആകുമായിരുന്നെന്നും ബേബി പറഞ്ഞു. നേതൃത്വ തലങ്ങളിൽ നിന്നും പങ്കെടുക്കുന്ന സഖാക്കൾ പാർട്ടി കമ്മിറ്റിയിലെ സഖാക്കളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം തുറന്നടിച്ച് നിങ്ങൾക്ക് പറയാം. സഖാക്കൾ പറയുമ്പോൾ ഒരു തരത്തിലുമുള്ള ഇടപെടലുകൾ ഉണ്ടായിക്കൂടാ. ക്ഷമാപൂർവ്വം സഖാക്കൾക്ക് പറയാനുള്ളത് മുഴുവൻ പറയാൻ സമയം കൊടുത്ത് ചർച്ച നടത്തണം. കോടിയേരിയെപ്പോലെ പാർട്ടിയുടെ പോൾ ബ്യൂറോ മെമ്പറും സംസ്ഥാന സെക്രട്ടറിയുമായ സഖാവ് ഉണ്ടായിരുന്നെങ്കിൽ അത് വലിയ കരുത്താകുമായിരുന്നു എന്നുള്ളതിനകത്ത് വല്ല സംശയമുണ്ടോ? ഇത് തന്നെ സഖാവ് നായനാരുണ്ടായിരുന്നെങ്കിൽ, സഖാവ് VS ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ പുറകോട്ട് നീണ്ടു നമുക്ക് പോകാം. LDF-ന്റെ തോൽവി എങ്ങനെ ഉണ്ടായി എന്ന് അതിസൂക്ഷ്മമായി വിലയിരുത്തുമെന്നും എല്ലാ പാർട്ടികളും ഇക്കാര്യം പരിശോധിക്കുമെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ ഇന്ന് വ്യക്തമാക്കി. സെക്രട്ടറിയെയോ നേതൃത്വത്തെയോ മാറ്റണമെന്ന ആലോചന ഇപ്പോൾ പാർട്ടിക്ക് മുന്നിൽ ഇല്ല എന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. ഒരിക്കലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ തോൽക്കേണ്ടതല്ല, എന്നാൽ തോറ്റു. ആ ജനവിധി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അംഗീകരിക്കുന്നു. എന്താണ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് കാരണമായത്? ആ കാരണങ്ങളെ സംബന്ധിച്ച് സമഗ്രമായ പരിശോധന നടത്തുക എന്നത് തന്നെയാണ് കാണുന്നത്. ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരായി ഏകീകരിക്കപ്പെട്ടു എന്നുള്ള നിലപാടിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എത്തുന്നില്ല. ഞാൻ നേരത്തെ തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു സെക്രട്ടറിയുടെ മാറ്റം വരുത്തലോ നേതൃത്വത്തിൽ മാറ്റം വരുത്തലോ അങ്ങനെ എന്തെങ്കിലും അഴിച്ചുപണിയുടെ പ്രശ്നം ഇപ്പൊ പാർട്ടിയുടെ മുമ്പിൽ അങ്ങനെ ഒരു ആലോചന ഇല്ല. സാധാരണക്കാരായ ജനങ്ങളുടെ തീരുമാനമാണ് തെരഞ്ഞെടുപ്പിലുണ്ടായത് എന്ന് ജോസ് കെ മാണി ഇന്ന് പ്രതികരിച്ചു. തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതിയാണ് ഇപ്പോൾ ജോസഫ് വിഭാഗത്തിന്റെ ക്ഷണം വന്നിരിക്കുന്നതെന്നും എന്നാൽ തങ്ങളുടെ പാർട്ടിയുടെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല എന്നും അണികൾ അവിടെ തന്നെ ഉണ്ട് എന്നും ജോസ് കെ മാണി പറഞ്ഞു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അവർക്കൊരു വിഷമം ഉണ്ടായപ്പോൾ ഞാൻ അവരോടും ഇതേ ഭാഷ തന്നെ പറഞ്ഞിരുന്നു, ഞങ്ങളൊന്ന് സഹായിക്കാമെന്ന്. അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായപ്പോഴാണ്. അപ്പം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്ന് കരുതിയായിരിക്കാം അങ്ങനെ അവർ സംസാരിച്ചത്. അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സഹായം ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഞാൻ തുറന്ന് പറയട്ടെ, ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്കില്ല. ഞങ്ങൾ മുന്നോട്ട് പോകും. എത്ര തിരിച്ചടി നേരിട്ടാലും CPIM തെറ്റ് തിരുത്തുമെന്ന് തോന്നുന്നില്ല എന്ന് നിയുക്ത തളിപ്പറമ്പ് MLA TK ഗോവിന്ദൻ പറഞ്ഞു. ഇപ്പോഴത്തെ അവകാശവാദം അണികളെ സമാധാനിപ്പിക്കാനുള്ള പാഴ്വാക്കാണെന്നും ധാർഷ്ട്യത്തിന്റെ നേർരൂപമായ പിണറായിയും MB ഗോവിന്ദനും നേതൃനിരയിൽ നിന്ന് മാറണമെന്നും TK ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. പിന്നെ ഇപ്പോൾ തിരുത്തും, എല്ലാവർക്കും തുറന്ന അഭിപ്രായം പറയാം എന്നൊക്കെ ഇപ്പോൾ പറയുന്നത്
ഈ പരാജയത്തിൽപ്പെട്ട് നിരാശ പൂണ്ട് കിടക്കുന്ന പാർട്ടി അണികളെ അവിടെ തൽക്കാലം ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി പറഞ്ഞ വെറും പാഴ്വാക്കളായിട്ട് ഞാൻ കാണുന്നുള്ളൂ. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ധാർഷ്ട്യം നിറഞ്ഞ നേതൃത്വം മാറണം, എന്നിട്ട് ജനകീയ മുഖമുള്ള നേതൃത്വം വരണം എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് പാർട്ടി ചിന്തിക്കുമോ എന്നതാണ് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം. ഇടതുപക്ഷത്തും ഒരുപാട് സംഭവവികാസങ്ങളുണ്ടായ ദിവസമാണ് ഇതിപ്പോൾ. ഈ ബൈറ്റുകൾ കണ്ടപ്പോൾ എനിക്ക് ജോസ് കെ മാണി ശരിക്കും ഒരു കമ്മി ലൈക്ക് നല്ല ആർജവത്തോടെയാണ് സംസാരിക്കുന്നത്. അതായത് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, നിങ്ങളാരും ഞങ്ങളെ ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതിയിട്ട് ഇങ്ങോട്ട് വരണ്ട എന്നുള്ളതൊരു കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷക്കാരൻ്റെ ഒരു അദ്ദേഹം ആ മുന്നണിക്കകത്തെ ഒരാളായി മാറിക്കഴിഞ്ഞു എന്ന തോന്നലാണ് സത്യം പറഞ്ഞ് എനിക്കിപ്പോൾ വന്നിരിക്കുന്നത്. എന്താ പ്രശ്നം തോന്നുന്നത്? തൽക്കാലം അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണ് ജോസ് കെ മാണിക്ക് മുന്നിലുള്ള മാർഗം എന്നതും വാസ്തവമാണ്. അതല്ലാതെ ഇപ്പോൾ PJ ജോസഫിൻ്റെ മകൻ അപ്പു ജോസഫ് നയിക്കുന്ന, ഇപ്പോൾ അദ്ദേഹമാണല്ലോ പുതിയ നേതാവായി അവരോധിക്കപ്പെട്ടിരിക്കുന്നത്, അദ്ദേഹം നയിക്കുന്ന ആ പാർട്ടിയിലേക്ക് പോയി ചേരുക എന്നുള്ളത് ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ്, എന്നേക്കുമുള്ള കീഴടങ്ങലാണ്. അതുകൊണ്ട് അത്തരമൊരു ആലോചനയിലേക്ക് എന്തായാലും പോവില്ല. ഇനി എവിടെ നിന്ന് ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ജോസ് കെ മാണിക്ക് മുന്നിലുള്ള മാർഗം. അതുതന്നെയാണ് ശരിയായ രീതിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. മൊത്തത്തിൽ എടുത്തു നോക്കിയാൽ ഞാൻ ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായത് ഇന്നലത്തെ സെക്രട്ടേറിയറ്റ് യോഗം അറിയാമല്ലോ, 13 മണിക്കൂർ നീണ്ടു എന്നുള്ളത് ഗൗരവത്തോടെയാണ് ഈ പരാജയത്തെ CPIM കാണുന്നത് എന്നതിൻ്റെ ലക്ഷണമാണ്. 13 മണിക്കൂറാണ് സെക്രട്ടേറിയറ്റ് യോഗം നീണ്ടത്. സാധാരണ സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ നമുക്കറിയാമല്ലോ, വളരെ പെട്ടെന്ന് ചേർന്ന് അതിൽ നേതൃത്വത്തിൻ്റെ അഭിപ്രായങ്ങളും നിലപാടുകളും ഒക്കെ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് ഐക്യരൂപത്തിലങ്ങ് പിരിയുക, അതിലൊരു അഭിപ്രായം ജനങ്ങൾക്ക് മുന്നിലെത്തുക എന്നുള്ളതാണ് സംഭവിക്കുന്നതെങ്കിൽ അങ്ങനെയല്ല സംഭവിച്ചത്. 13 മണിക്കൂർ ഒറ്റയടിക്കിരുന്ന് ആ യോഗം ചേർന്നു. ഗൗരവത്തോടെ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെ അവർ കാണുന്നു എന്നുള്ളതാണ്. അതിൽ ഒരുപക്ഷെ ഈ നേതൃത്വത്തിന് ഇതൊന്നും തിരിച്ചറിയാത്ത കാര്യങ്ങളൊന്നുമല്ല. ഈ വീഴ്ച എന്താണെന്നും എവിടെയൊക്കെയാണ് വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ളത് എന്നും പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന മട്ടിൽ എന്ന് അവരത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനേക്കാൾ ഗൗരവത്തിൽ അവർക്ക് ആഭ്യന്തര പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി അംഗങ്ങൾക്ക് ഏറ്റവും തുറന്നടിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കാവുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് ജനറൽ സെക്രട്ടറി തന്നെ ഇന്നിപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. അത് മാധ്യമങ്ങൾക്ക് മുന്നിലാണ് പറഞ്ഞത്, അംഗങ്ങൾക്ക് തുറന്നടിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കാവുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന്. CPIMൻ്റെ രീതി വെച്ച് അങ്ങനെ തുറന്നടിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കാവുന്ന ഒരു സാഹചര്യമില്ല. കഴിഞ്ഞ കുറേ കാലമായി CPIMൽ അങ്ങനെ ഒരു സാഹചര്യമില്ല എന്നുള്ളത് വാസ്തവമാണ്. അത് എനിക്ക് അതിൻ്റെ ഒരു കുഴപ്പം എന്ന് പറയുന്നത് അതിൻ്റെ സംഘടനാപരമായ ഘടനയുടെയും അതിൻ്റെ പരിപാടികളുടെയും ഒക്കെ പ്രശ്നമാണ്. അത് കാലികമായി പരിഷ്കരിക്കാത്തതിൻ്റെ പ്രശ്നം തന്നെയാണെന്നാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത്. അപ്പോൾ ഈ പുതിയ കാലത്തേക്ക് പാർട്ടി കടന്നു, ഗവൺമെൻറ് കടന്നു. ആ ഗവൺമെൻറ് പുതിയ കാലത്തെ ഗവൺമെൻറ്റിനെ നയിക്കുന്ന ഒരു പാർട്ടിയായി മാറി. അത് മാറിയപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ താഴേക്ക് ഉള്ള നേതാക്കൾ, താഴെത്തട്ടിലുള്ള നേതാക്കൾ, വലിയൊരു വിഭാഗം നേതാക്കൾ ഒന്നുകിൽ അവർ കാര്യമായി പ്രവർത്തന രംഗത്തില്ലാത്ത അവസ്ഥയിലേക്ക് മാറി, മറ്റു ചിലർ അധികാര സ്ഥാനത്തേക്ക് വളരെ വേഗത്തിൽ വരാവുന്ന ഒരു എളുപ്പ വഴിയായി പല ഈ പ്രവർത്തനത്തെയും കണ്ടു എന്നുള്ള സാഹചര്യമുണ്ട്. ഇതല്ല, പിന്നെ ധനസമ്പാദനം, അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളൊക്കെ പ്രാദേശികമായി ഉയരുന്നുണ്ട്. ഞാൻ തന്നെ പല താഴെത്തട്ടിൽ നിന്ന് വന്ന ആളുകളിങ്ങനെ നമുക്കിങ്ങനെ വളരെ താഴെത്തട്ടിൽ നിന്നുള്ള വിവരങ്ങളായതുകൊണ്ട് നമ്മളത് പലപ്പോഴും അത് ഒരു വാർത്തയ്ക്കുള്ള അളവിൽ പരുവപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ടാണ്. പക്ഷേ താഴെത്തട്ടിൽ ശക്തമായ രൂക്ഷമായ അഭിപ്രായ പ്രകടനങ്ങൾ പാർട്ടി പ്രവർത്തകർ തന്നെ, അതായത് പാർട്ടി അംഗങ്ങൾ തന്നെ നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ ഏറ്റവും ശക്തമായി കാര്യങ്ങൾ അവതരിപ്പിക്കുക പാർട്ടി അംഗങ്ങളും അനുഭാവികളും അതിനനുസരിച്ച് തിരുത്താം എന്നാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. അത് വളരെ പോസിറ്റീവായി തന്നെ ഞാനതിനെ കാണുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറെ വൈകിയാണ് ഈ വിഷയത്തിൽ, ഈ വലിയൊരു പരാജയത്തിൽ പ്രതികരിച്ചത് എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ട്. അദ്ദേഹത്തിന് കുറേ കൂടി നേരത്തെ പ്രതികരിക്കാമായിരുന്നു. കുറച്ച് കുറച്ച് ചെറിയ പരാജയമാണെങ്കിൽ കുറച്ചുകൂടി വേണമെങ്കിൽ വൈകിക്കോട്ടെ. പക്ഷേ ഇത്രയും കനത്ത പരാജയത്തിൽ ഏറ്റവും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടാവുകയായിരുന്നു വേണ്ടിയിരുന്നത്. ഞാനതിൽ ഏറ്റവും ചടുലമായ ഒരു നീക്കം കണ്ടത് തമിഴ്നാട്ടിൽ MK സ്റ്റാലിൻ നടത്തിയതാണ്. അദ്ദേഹം പരാജയത്തിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പോയി ജനങ്ങളെ കാണുന്നു. വളരെ വേഗത്തിൽ TVKയുടെ മന്ത്രിസഭ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകളും അഭ്യൂഹങ്ങളും ഒക്കെ ഉയർന്നപ്പോൾ BJPയുടേതായ രീതിയിൽ 6 ഏക്കറെ കൊണ്ട് ചില ഇടപെടലുകളൊക്കെ നടത്തിക്കുമ്പോൾ അതിൽ കാര്യക്ഷമമായി വളരെ കൃത്യമായി ഒരു പൊസിഷൻ എടുത്ത് ആ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വന്നു. വളരെ ആക്റ്റീവാണ് അദ്ദേഹം. പക്ഷേ
പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് മോചിതനായില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ്. കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് പിണറായി വിജയൻ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അത് ഏത് വേദിയിലും കാര്യകാരണ സഹിതം വിശദീകരിക്കാൻ പറ്റും നമുക്ക്. അത്രയ്ക്ക് ആ കാര്യത്തിൽ സംശയമില്ല എനിക്ക്. അവിടെ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ആഘാതത്തിൽ ഇത്രയും തളർന്നുപോയി എന്നുള്ള തോന്നലുണ്ടാകുമ്പോൾ നമുക്ക് തന്നെ ഒരു അങ്കലാപ്പുണ്ടാവുന്നത്. കുറേ കൂടി നേരത്തെ അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ പ്രതികരണം നടത്താമായിരുന്നു. നമ്മൾ VS അച്യുതാനന്ദനെ കാണുന്നുണ്ടല്ലോ. 2011 പരാജയത്തിന് തൊട്ടു പിന്നാലെ അദ്ദേഹം എന്താണ് മറ്റേ കയ്യില്ലാത്ത ബനിയനും ഇട്ടിട്ട് മാധ്യമങ്ങളെ വന്ന് കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞതെന്താണ്, ഞങ്ങൾ കുതിരക്കച്ചവടത്തിന് നിൽക്കില്ല, ഈ വരുന്ന സർക്കാരിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുന്നു, നമ്മൾ സർക്കാരിനെ നിരീക്ഷിച്ച് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അദ്ദേഹം ആ ദിവസം തന്നെ പ്രഖ്യാപിക്കുന്ന സ്ഥിതിയുണ്ടായി. അങ്ങനെ ചടുലമായ ഒരു, കാരണം ഇത്രയും വലിയ ആഘാതത്തിൽ ആ പാർട്ടിയുടെ അണികളും പ്രവർത്തകരും മുഴുവൻ നിൽക്കുന്ന സമയത്ത് ആ ക്യാപ്റ്റൻ്റെ റോൾ എടുത്തില്ല. എല്ലായിടത്തും അദ്ദേഹം ആ റോൾ എടുത്തിട്ടുണ്ട്. സംസ്ഥാനം ഏറ്റവും വലിയ ദുരന്തങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഏറ്റവും വലിയ സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കേരളത്തെ ഭരിച്ച മുഖ്യമന്ത്രിയാണ്. ആ ഘട്ടത്തിലെല്ലാം അദ്ദേഹം ആ റോൾ എടുത്തിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകർ, അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്നവരെല്ലാം വലിയ ആഘാതത്തിലേക്ക് പോകുമ്പോൾ ആ റോൾ അദ്ദേഹം എടുത്തോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് ഇപ്പോൾ പറയാൻ തോന്നുന്നത്. ഇനി തുടർന്നുള്ള ആലോചനകളിലേക്ക് പോകും. നമ്മളിപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ, ഇപ്പോൾ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആരാകും എന്നുള്ള ചർച്ചകളിലേക്ക് നമ്മൾ വളരെ സജീവമായി കടന്നിട്ടുണ്ട്. ഇതിനിപ്പുറത്ത് പ്രതിപക്ഷ നേതാവ് ആരാകും എന്നുള്ള ചർച്ചകൾ വേറെ നടക്കുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം. അവിടെ അടുത്ത തലമുറയിലേക്ക് അപ്പോൾ അത് കൈമാറുന്നതായിരിക്കും ശരിയായ രീതി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത തലമുറ ഇനി പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരികയും അവിടെ നയിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇദ്ദേഹം എന്തായാലും MLA ആണ്, ഇപ്പോൾ ധർമ്മടത്തു നിന്നുള്ള MLA ആണ്. അദ്ദേഹത്തിന് ശക്തമായ പിന്തുണ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇനി ആര് വരുന്നോ അദ്ദേഹത്തിന് നൽകാൻ കഴിയുമെന്നുള്ള കാര്യത്തിലൊരു സംശയവുമില്ല. ആ നിലയ്ക്ക് കാര്യങ്ങളിലേക്കൊരു മാറ്റം വരും എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഇതുവരെയുള്ള മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണം, മുഖ്യമന്ത്രിയുടെ അല്ല, മുൻ മുഖ്യമന്ത്രിയുടെ അതെ പ്രതികരണം കുറച്ച് വൈകി എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി വളരെ പോസിറ്റീവായി തന്നെയാണ് ഇപ്പോൾ അവരുടെ ഒരു നീക്കം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് അതിനകത്ത് എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അതായത് ഹർഷൻ അവസാനം പറഞ്ഞു നിർത്തിയ കാര്യമുണ്ടല്ലോ, അതായത് പ്രതിപക്ഷ നേതാവായിട്ട് ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാൾ വരിക, മുൻ മുഖ്യമന്ത്രി അല്ല വരേണ്ടത് എന്ന അഭിപ്രായം തന്നെയാണ് എനിക്കും ഈ കാര്യങ്ങളെല്ലാം കാണുമ്പോൾ തോന്നുന്നത്. അത് രണ്ടാമത്തേത്, നമ്മളിപ്പോൾ സംസ്ഥാനങ്ങളിലേക്ക് നോക്കുമ്പോൾ രാഷ്ട്രീയം, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ ഈ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇത് എന്ന് പറയാം. രാഷ്ട്രീയം എത്രയ്ക്ക് ഡ്രമാറ്റിക്കാണ് എന്നത് വ്യക്തമാക്കി തരുന്ന സംഭവങ്ങളാണ്. ഈ 3 മുഖ്യമന്ത്രിമാരെ നോക്കൂ. ഒരു മുഖ്യമന്ത്രി തിരിച്ചടി ഉണ്ടായതിൻ്റെ അന്ന് തന്നെ റോഡ് ഷോ നടത്തി. മറ്റൊരു മുഖ്യമന്ത്രി ബംഗാളിൽ ഞാൻ തോറ്റിട്ടേ ഇല്ല, രാജിവെക്കില്ല എന്ന് പറഞ്ഞു. അദ്ദേഹമാണെങ്കിൽ 4 ദിവസത്തേക്ക് ഒരു അക്ഷരം മിണ്ടിയില്ല. അതായത് പിണറായി വിജയൻ 4 ദിവസം മിണ്ടിയില്ല എന്നുള്ളത് എനിക്കും കുറച്ച് നേരം മുമ്പ് വരെ വൈകിയത് മോശമായി പോയല്ലോ. ഇപ്പോൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം 2 ദിവസം മുമ്പും പറയാമായിരുന്നതാണല്ലോ. ജനവിധി അംഗീകരിക്കുന്നു എന്ന ഒരു വരി ഫേസ്ബുക്ക് പോസ്റ്റെങ്കിലും അദ്ദേഹം അന്നത്തെ ദിവസം തന്നെ എഴുതേണ്ടതായിരുന്നല്ലോ എന്ന തോന്നൽ തന്നെ എനിക്കും ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു, സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, അതായത് അതിഗംഭീരമായിട്ടുള്ള ജനവിധിയാണ് വന്നത്. എന്ന് വെച്ചാൽ അതിഭീകരമായിട്ടുള്ള അടിയാണ് കൊണ്ടത്. അപ്പോൾ അതിനോട് യാന്ത്രികമായിട്ട് പ്രതികരിക്കുന്നതിന് പകരം മാനുഷികമായിട്ട് പ്രതികരിക്കുന്നതാണ് നല്ലത് എന്ന ഒരു തോന്നൽ എനിക്കുണ്ടായി. അവർക്ക് അതുകൊണ്ടാണ് വൈകിയെന്നല്ല. അതായത് മുഖ്യമന്ത്രിയെപ്പോലെ അങ്ങേയറ്റം കരുത്ത് കാണിക്കുന്ന, എല്ലായ്പ്പോഴും കരുത്തനാണ്, ഈ തനിക്ക് തോന്നിയ കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരാളാണ്, ഒന്നിലും കുലുങ്ങാത്ത അക്ഷോഭ്യനായിട്ടുള്ള ആളാണ് എന്ന് ആവർത്തിച്ച് കാണിച്ചു കൊണ്ടിരുന്ന മുഖ്യമന്ത്രി പോലും 4 ദിവസം മൗനത്തിലേക്ക് പോകാൻ പാകത്തിനുള്ള അതികനത്ത അടിയാണ് കൊടുത്തത്. ഇന്ന് ജനത്തിന്, ഈ വോട്ട് ചെയ്ത ജനത്തിന് ഒരു തൃപ്തി കിട്ടാൻ ഇത് നന്നായി എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. കാരണം അദ്ദേഹം അന്ന് തന്നെ പ്രതികരിച്ചിരുന്നെങ്കിൽ ഓക്കെ, അന്ന് പ്രതികരിച്ചാൽ അതാണ് നല്ലത് എന്ന് നമുക്കറിയാം. ഈ വൃണിത ഹൃദയരായിട്ടുള്ള ഈ CPM പ്രവർത്തകർക്ക്, അനുഭാവികൾക്ക്, എങ്ങനെ തോറ്റു എന്നറിയുന്ന ആളുകൾക്ക് അത് അവർക്കൊരു ഷോൾഡർ ചായച്ചു വെക്കാനുള്ളൊരു കാര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണം നിന്നേനെ. അദ്ദേഹം അത് ചെയ്തായിരുന്നെങ്കിൽ നന്നായേനെ. പക്ഷേ അത് ചെയ്യാതിരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ദോഷമില്ല എന്ന് മാത്രമല്ല, ഈ പാർട്ടിയും മുന്നണിയും അങ്ങേയറ്റം മാനുഷികമായിട്ടാണ്, ഒരു യന്ത്രസമാനമായിട്ടല്ല ഇത്തരം സംഗതികളോട് പെരുമാറുന്നത് എന്ന പ്രാഥമികമായിട്ട് അവർക്ക് വേണമെന്ന് അവരുടെ അണികളടക്കമുള്ള ആൾ ആവശ്യപ്പെടുന്ന, ഈ തെരഞ്ഞെടുപ്പിനോട് ആവശ്യപ്പെട്ട കാര്യം ഓട് ചേർന്ന് നിൽക്കുന്നതായി ഈ കാര്യമെന്ന് എനിക്ക് തോന്നി. കാരണം 4 ദിവസത്തേക്ക് എഴുന്നേൽക്കാൻ പറ്റാത്ത വിധമുള്ള അടി കിട്ടിയിട്ടുണ്ട് ആ പാർട്ടിക്ക് എന്ന തോന്നൽ, അതിനു വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്തെങ്കിൽ അവർക്കുണ്ടായി. അവരുടെ കാരണങ്ങൾ എന്തോ ആയിക്കൊള്ളട്ടെ. അപ്പോൾ ആ ഒരു മാനുഷികമായിട്ടുള്ള പ്രതികരണം എന്നത് സത്യത്തിൽ
പിന്നെ LDFിൻ്റെ ഭാഗത്ത് നിന്ന് CPMൻ്റെ ഭാഗത്ത് നിന്ന് ആകെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടായി എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അതായത് പിന്നെ അത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. യഥാർത്ഥത്തിൽ CPMകാർക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ടാണ് നമുക്കിപ്പോൾ പ്രാഥമികമായിട്ടുള്ള ദിവസങ്ങളാണിത്. ആകെ 4-ാം ദിവസമാണിന്ന്. നമ്മൾ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ഇവരുടെ തെറ്റുതിരുത്തൽ നടപടികൾ എങ്ങനെ പോകും, പോസിറ്റീവായിട്ട് പോകുമോ എന്ന കാര്യം നമുക്ക് അറിയുകയില്ല. പക്ഷേ അവർ വളരെ മാനുഷികമായിട്ടും ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ തിരുത്താനായിട്ടാണ് എന്നതിൻ്റെ പ്രാഥമിക സൂചനകൾ നൽകിക്കഴിഞ്ഞു ഇതിലൂടെയൊക്കെ എന്ന തോന്നൽ എനിക്കുണ്ടായി. MP ഗോവിന്ദൻ മാസ്റ്റർ വന്നു, വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം എഴുതിയ സാധനം വായിച്ചു, ആളുകളുടെ ചോദ്യത്തിന് മറുത്തൊന്നും പറയാതെ വളരെ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് പോയി. അതായത് അതിനോടുള്ളൊരു വിനയഭാവം അതിനകത്തുണ്ടായിരുന്നു. TP രാമകൃഷ്ണൻ വളരെ വിനയഭാവത്തോടു കൂടിയിട്ടാണ്, അതായത് TK ഗോവിന്ദനും B കുഞ്ഞീഷനും പോയല്ലോ, അവർ തിരിച്ചു വന്നാൽ സ്വീകരിക്കാം. തെറ്റുതിരുത്തി തിരിച്ചു വന്നാൽ എന്നത് അവരുടെ പാർട്ടി ഭാഷയാണ്. തിരിച്ചു വന്നാൽ സ്വീകരിക്കാം, അല്ലാതെ അവർ വളരെ വർഗ്ഗവഞ്ചകരൊന്നുമല്ല എന്ന കൊള്ളാവുന്നൊരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചതായിട്ട് കണ്ടു. അതും CPMകാർക്ക് എതിർത്ത് വോട്ട് ചെയ്യേണ്ടി വന്ന CPMകാർക്ക് ഒരു കുളിർമഴ മനസ്സിലേക്ക് വരുന്നൊരു നിലപാടായി. അതേക്കാൾ കൂടുതൽ കൊള്ളാവുന്നതായിട്ട് എനിക്ക് തോന്നിയത് PK ശ്രീമതി ടീച്ചറുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. പയ്യന്നൂരിലെ ജനമനസ്സ് മനസ്സിലാക്കാൻ എനിക്കായില്ല എന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് പറയുന്നത് പതിറ്റാണ്ടുകൾക്ക് ശേഷമായിരിക്കണം. എന്നുവെച്ചാൽ എൻ്റെ ഹർഷൻ്റെ ഓർമ്മയിൽ, രാഷ്ട്രീയ ഓർമ്മയിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമെന്ന ആ പാർട്ടിയെ സംബന്ധിച്ച് ഉന്നതമായ പദവിയിലിരിക്കുന്ന ഒരു നേതാവ് മുന്നിൽ വന്നിട്ട് പരസ്യമായിട്ട് ജനമനസ്സ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നത്, ഒരു കുറ്റസമ്മതം പ്രകടിപ്പിക്കുന്നത് ആ പാർട്ടിയുടെ എനിക്ക് പരിചയമുള്ള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അത് വളരെ നന്നായി എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഉദുമയിലും അവിടെ ഇവിടെയൊക്കെ ആളുകൾ CPMകാർ തന്നെയും വോട്ട് ചെയ്തത് നിങ്ങളൊന്ന് നിലത്തേക്ക് വരൂ എന്ന് പറയാനായിരുന്നുവെങ്കിൽ, എനിക്കറിയില്ല, എന്ന് പറയാനായിരുന്നുവെങ്കിൽ അവർ നിലത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. ഞങ്ങളിതാ നിങ്ങൾക്ക് മുന്നിൽ വിനയശിരസ്കരായിട്ട് നിൽക്കുകയാണ് എന്ന ഫീലാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചേർത്തുണ്ടാക്കുന്നത്. പിണറായി വിജയൻ്റെ 4 ദിവസം വൈകലിനോട് എനിക്കും തോന്നി, എന്തുകൊണ്ട് മുഖ്യമന്ത്രി, അദ്ദേഹമല്ലേ ഷോൾഡർ ചെയ്തത്, അദ്ദേഹമല്ലേ അദ്ദേഹത്തിൻ്റെ ചിത്രമായിരുന്നില്ല എല്ലായിടത്തും ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹമാണ് ക്യാപ്റ്റൻ, നായകൻ എങ്കിൽ, മുന്നിൽ നിന്ന് നയിക്കേണ്ട ആളെങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആദ്യം പ്രതികരണം വരേണ്ടിയിരുന്നതെന്ന് തോന്നി എനിക്ക്. പക്ഷേ ഇപ്പോൾ വൈകിയതിൻ്റെ കാരണങ്ങൾ ഗുണകരമായിട്ടാണ് ആളുകളുടെ ഉള്ളിൽ പ്രതിഫലിക്കുക എന്ന തോന്നലാണ് എനിക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുള്ളത്. അതായത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ ഒലിച്ചു പോകുന്ന സംഗതിയൊന്നുമല്ല, അതവിടെ ഉണ്ടാകും. അത് ജനമനസ്സുകൾ ഇപ്പോൾ 10-37% വോട്ട് ഇപ്പോഴും അവർക്ക് ഈ ഘട്ടത്തിൽ പോലും അവർക്ക് അവിടെയുണ്ട്. AK ആൻ്റണിയും VD സതീശനും അടക്കമുള്ള പ്രതികരിച്ച ആളുകളെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതായി പോകണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല എന്നവരെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇത് നാളെയും മറ്റന്നാളും അടുത്ത സംഭവ വികാസങ്ങളിലേക്ക് പോകുമ്പോൾ രാഷ്ട്രീയം മറിഞ്ഞു തിരിഞ്ഞ് വരുമ്പോൾ കാര്യങ്ങൾ വീണ്ടും അതിൻ്റെ മുകളിലേക്ക് പോകും. എനിക്ക് തോന്നുന്നു ഈ വൈകലും ഈ പ്രതികരണങ്ങളും ഈ 16 മണിക്കൂർ സെക്രട്ടേറിയറ്റ് യോഗം ചേരലും നിങ്ങൾ നിർഭയം അഭിപ്രായം പറയണം എന്ന് ആവർത്തിച്ച് സംസ്ഥാന സെക്രട്ടറിയും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും ഒക്കെ പറയുന്നതിൻ്റെ പിന്നിലുള്ള ആ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വൈബ് ഈ തെരഞ്ഞെടുപ്പാനന്തരം ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യങ്ങളെ നോക്കിക്കാണുന്ന ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് അദ്ദേഹം വൈകിയത് നന്നായി. ഇതിപ്പം അദ്ദേഹം വന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇപ്പം വീണ്ടും റീലിടാനൊന്നും ഇപ്പോൾ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പടം വെച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വരും മാസ് എന്നൊക്കെ പറഞ്ഞിട്ട് റീലിടാനൊന്നും ഇപ്പോൾ ഒരു പാർട്ടി അണിയും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ, മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി വന്ന 10,000-കണക്കിന് സഖാക്കളും അനുഭാവികളും എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോഴുണ്ട് ഹർഷ. സത്യത്തിൽ ഈ പരാജയം നമ്മൾ പറയുന്നു, പരാജയം ആഘോഷിക്കുന്ന ആളുകളെ കാണുന്നു, സ്വാഭാവികമായിട്ടും അപ്പുറത്തൊരു പുതിയ സർക്കാർ വരുന്നതായിട്ട് കാണുന്നു. പക്ഷേ ഈ പരാജയം പിന്നെ അങ്ങേയറ്റം ഹൃദയത്തെ തകർത്ത് കളഞ്ഞ നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. പേഴ്സണലി കരയുന്ന മനുഷ്യരുണ്ട്. അതായത് തെരഞ്ഞെടുപ്പിൽ തോൽവികളുണ്ടാകും, തെരഞ്ഞെടുപ്പ് തോറ്റിട്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വന്നിട്ടുള്ളത്. പിന്നെ നേതാക്കൾ വന്നിട്ട് ആളുകളോട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അണികൾ തെരഞ്ഞെടുപ്പിൽ വെയിലത്ത് പോയിട്ട് വെയിൽ കൊണ്ട് പണിയെടുത്തിട്ട് ഞങ്ങളുടെ പണി വെള്ളത്തിലായി പോയല്ലോ എന്ന് വിചാരിക്കുന്ന അണികളല്ല. അനുഭാവികൾ ഹൃദയം കൊണ്ട് മുട്ടിക്കരയുന്ന എത്രയോ മനുഷ്യരുണ്ട്. അവരുടെ മുന്നിൽ ഞങ്ങൾ തെറ്റ് തിരുത്തി മുന്നോട്ട് വരും, തിരിച്ചു വരും എന്ന ശരിയായ പോസിറ്റീവായിട്ടുള്ള മെസ്സേജ് കൊടുക്കാൻ ഈ ദിവസങ്ങളിലെ അവരുടെ പ്രതികരണങ്ങളെല്ലാത്തിനും കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൻ്റെ വൈകൽ പോലും ഞങ്ങൾക്ക് ആഘാതമേറ്റിരിക്കുന്നു, എനിക്ക് നിങ്ങളോട് പ്രതികരിക്കാൻ സമയമെടുക്കേണ്ടുന്ന അത്രയ്ക്ക് ആഘാതമേറ്റിരിക്കുന്നു, എന്നെപ്പോലൊരു കരുത്തരായ നേതാവിന് പോലും എന്ന പോസിറ്റീവ് ചിന്തയായിട്ട് ആളുകൾ ചിലരെങ്കിലും അത് സ്വീകരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഇത് അവസാനിപ്പിക്കാമെന്നല്ലേ?
2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾക്ക് ശേഷം ശക്തമായി തിരിച്ചു വരാൻ CPIM കഴിയുമോ എന്നത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചാ വിഷയമാണ്. 10 വർഷത്തെ ഭരണത്തിന് ശേഷം സംഘടനാശേഷി ദുർബലമായി എന്ന നിരീക്ഷണത്തിലാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. തെറ്റുകൾ തിരുത്താതെ ഇനിയും മുന്നോട്ട് പോകാനാകില്ല എന്ന ബോധ്യവും നേതൃത്വത്തിനുണ്ട്. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെതിരെ ഉയർന്ന വ്യക്തിപരമായ വിമർശനങ്ങളും പാർട്ടിയുടെ ജനപ്രീതിയെ ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. തെരഞ്ഞെടുപ്പിലെ പ്രചാരണ പരിപാടികളിൽ അടക്കം വീഴ്ച സംഭവിച്ചു എന്ന വിലയിരുത്തലുകളും ശക്തമാണ്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 4 ദിവസമായിട്ടും പ്രതിപക്ഷ നേതാവിനെ പ്രഖ്യാപിക്കാൻ നേതൃത്വത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതും വസ്തുതയായിട്ട് മുന്നിലുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഇപ്പോഴും നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം പാർട്ടി പ്രവർത്തകരും അനുഭാവികളും ഉയർത്തുന്നുണ്ട്. കനത്ത തോൽവിക്ക് പിന്നാലെ കണ്ണൂരിലെ ശക്തി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ഉണ്ടായ പ്രതിഷേധങ്ങളും നേതൃത്വത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പക്ഷേ മുമ്പ് പല തിരിച്ചടികൾ നേരിട്ടപ്പോഴും പാർട്ടി കേഡർ സംവിധാനത്തിലൂടെയും സംഘടനാപരമായ മാറ്റങ്ങളിലൂടെയും ശക്തമായി തിരിച്ചു വന്ന ചരിത്രം CPIM-നുണ്ട്. തെറ്റുകൾ തിരുത്തി മുന്നേറാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സാധിക്കുമോ എന്നത് അവർ എത്രത്തോളം ജനങ്ങളുടെ വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. തെറ്റ് തിരുത്തി ജനങ്ങളുമായി കൂടുതൽ ബന്ധം ശക്തമാക്കി മുന്നോട്ട് പോകാൻ CPIM-ന് എത്രത്തോളം സാധിക്കുമെന്ന് വരും കാലങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം.